കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം പെണ്ണ് പഠിക്കേണ്ട കാര്യമാണ്. ഹാജറ ബീവി എവിടെയാണ്? വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, നാട്ടുകാരില്ല, ജനവാസമില്ല, മരുഭൂമിയിലാണ്, മലഞ്ചെരുവിലാണ്, ഒരാളുമില്ലാത്ത സ്ഥലത്തിരുന്നിട്ട് തന്റെ ഭർത്താവ് ചോരക്കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി മടങ്ങി പോകുമ്പോ അവിടെന്ന് ചോദിക്കുന്നു, സ്വന്തം തീരുമാനമാണോ അള്ളാഹുവിന്റെ കൽപ്പനയാണോ? ഹാജറ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഹാജറ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഹാജറ ഹാജറ എന്ന് പറയുന്ന പ്രസവിച്ച് ചോരക്കുഞ്ഞുമായിരിക്കുന്ന ഭാര്യ, ആ സ്വാലിഹത്തായ പെണ്ണിന്റെ മറുപടി പഠിക്കണേ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിക്കണേ പെങ്ങള്. സ്വന്തമായിട്ട് വീടില്ലാത്തവള്, വീട് കെട്ടാ പൈസ ഇല്ലാതെ വരുമ്പോ ലോൺ എടുക്കാൻ പറയുന്ന പെണ്ണ്, പലിശക്കെടുക്കാൻ പറയുന്ന പെണ്ണ്, പണയം വെക്കാൻ പറയുന്ന പെണ്ണ്, ഹറാമ് സമ്പാദിക്കാൻ പറയുന്ന പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹാജറ പറഞ്ഞ മറുപടി നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. ഹാജറ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോ നെഞ്ചത്തടിച്ചില്ല, വിളിച്ചുകൂടിയില്ല. ഞങ്ങളെ ആരാണ് നോക്കുന്നത്, ഭക്ഷണം തരുന്നതാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാജറ കരഞ്ഞില്ല. ഹാജറ മറുപടി എന്തെന്നറിയുമോ? എങ്കില് ധൈര്യമായിട്ട് പൊക്കോ, എങ്കില് ധൈര്യമായിട്ട് പൊക്കോ. പടച്ച റബ്ബല്ലേ കൽപ്പിച്ചത്. ആ അല്ലാഹുവിനറിയാൻ ഞങ്ങളെ നോക്കാൻ, ആ അല്ലാഹുവിനറിയാൻ ഞങ്ങളെ നോക്കാൻ. വീട് വെക്കാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ ഭാര്യ ചോദിക്കുന്ന പൈസ ഇല്ലല്ലോ. ഭർത്താവ് പറയുന്ന വീടെങ്ങനെ വെക്കാനാണ്? പടച്ചവനെ പൈസ ഇല്ല, പലിശക്കെടുക്കാൻ പറയുകയാ, ലോൺ എടുക്കാൻ പറയുകയാ. ആ സമയത്ത് പറയുകയാണ്, ഹറാമായ പണം കൊണ്ട് വീട് പണിയണ്ട, പലിശക്കെടുത്തിട്ട് പണിയണ്ട. പടച്ച റബ്ബൊരു വഴി കാണിച്ചു തരും. വസ്തു തന്ന അല്ലാഹുവിനറിയാ തറകെട്ടിത്തരാൻ, തറകെട്ടിയ റബ്ബിനറിയാ വാർത്തു തരാൻ. പടച്ചവനെ വീട് തരാൻ പടച്ച റബ്ബിനറിയുമടോ. പറഞ്ഞു കൊടുക്കണം പെങ്ങള്, ഹറാമിൽ നിന്നൊഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പിഴപ്പിച്ച് കളയരുത്. വാപ്പയോട് പറയുകയാണ്, നിന്റെ മകന് കഞ്ചാവ് അടിക്കാറില്ല, കള്ള് കുടിക്കാറില്ല. സാന്ദർഭികമായൊരു കാര്യം പറയുകയാണ്, ഉപദേശിക്കണേ വാപ്പാ. പൊന്നുമക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് സ്നേഹമല്ല, ദ്രോഹമാ. നിന്റെ മക്കളോട് ചെയ്യുന്ന ദ്രോഹമാ. എന്നാ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് നീ ഉപദേശിക്കാറുണ്ടോ? നീ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കണം വാപ്പാ. പെങ്ങളെ, മക്കളെ ഉപദേശിക്കണം.